യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രാജാധിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സർവശക്തനായിരിക്കും ദൈവമേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹാലേലൂയ. അർക്കപ്പെട്ട കുഞ്ഞാടെ അങ്ങയ്ക്ക് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിന്റെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിൽ ഒരുക്കുന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പൽക്കാല ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. വരാമരുന്ന ആപത്തനർത്ഥങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ച് ഹല്ലേലൂയ നമ്മുടെ കണ്ണിനീരിൽ നിന്നും കാഴ്ചയിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിച്ച് സർവശക്തനായ ദൈവം ജീവനോടെ മധ്യത്തിൽ നിർത്തിയ ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ ദൈവമക്കളെ, നാം ജീവനോടെ മധ്യത്തിൽ ആയിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ വലിയ കൃപ. ഹല്ലേലൂയ സ്തോത്രം. തിരിച്ചറിയുന്ന ദൈവ പൈതൽ പൽക്കാലം മൗനമായിട്ടിരിക്കാതെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക, ദൈവത്തെ ആരാധിക്കുക. സ്തോത്ര. നമ്മുടെ ദൈവം ഹല്ലേലൂയ മഹത്വങ്ങളിൽ വസിക്കുന്ന ദൈവമത്രേ, നമ്മുടെ ദൈവം സ്തുതികളിൽ വസിക്കുന്ന ദൈവമത്രേ. സ്തോത്ര. നാം സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ നമ്മുടെ ഭവനം കൂടെ അകത്തേക്ക് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അങ്ങനെക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും ധൈര്യത്തോടും കൂടി ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം ഈ പൽക്കാലം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. തക്ക സമയത്ത് ദൈവിക കരുതൽ നമുക്കായി വെളിപ്പെടും. സ്തോത്രം. പ്രിയ ദൈവപൈതലെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് സമയം തെറ്റുകയില്ല. നിന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഒരു ദൈവിക കരുതൽ വെളിപ്പെടേണ്ടതെന്ന് നാം അറിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ സർവശക്തനായ ദൈവം അറിയുന്നു. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. തക്ക സമയത്ത് തന്നെ ഹല്ലേലൂയ ദൈവിക കരുതലുകൾ നമുക്കായി ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഡിലേ ആയി തീരുവാനോ അല്ലെങ്കിൽ നേരത്തെയായി തീരുവാനോ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം ഉറപ്പോട് ധൈര്യത്തോടും ആയിരിക്കുക. കരുതുന്ന ദൈവം നമ്മോട് കൂടെയുള്ളപ്പോ നാം തളരാതെ യാത്ര ചെയ്യുക. നീ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ വഴിയിൽ പട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി തക്ക സമയത്ത് സ്തോത്ര ദൈവത്തിന്റെ കരുതലുകൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുക. നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്നതായ ദൈവം, ഒന്നിനും ഒരു മുടക്കം വരാൻ ഇടയാകാത്തവണ്ണം ദൈവത്തിന്റെ കരുതലുകളെ ദൈവം നമുക്ക് ഏറ്റവും നല്ലതെന്ന് മുൻകരുതി വെച്ചിട്ടുണ്ട്. ആ കരുതലുകൾ തക്ക സമയത്ത് തന്നെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയ. സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം അത്രേ. സ്തോത്രം. അപ്പൻ നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിൽ, അമ്മ നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിൽ, നമ്മുടെ ഉറ്റവരും ഉടയവരും നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിൽ, പ്രിയ ദൈവമക്കളെ, തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന്, തന്റെ സ്വന്തം പുത്രന്റെ ജീവനെ നമുക്ക് വേണ്ടി മറുവിലയായി തന്ന് നമ്മെ വീണ്ടെടുത്ത കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ് അത്രേ. ഹല്ലേലൂയ. ഈ പൽക്കാല നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ. എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല, എന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാനായിട്ട് ആരുമില്ല, എന്റെ ഭാവിക്ക് വേണ്ടി ആരും കരുതുവാനായിട്ടില്ല എന്ന ആകുലതകളും ചിന്തകളും നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഈ പൽക്കാലം അതിനെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് പറയാ, എനിക്ക് വേണ്ടി കരുതുന്ന നല്ലൊരു അപ്പനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതേ, എനിക്ക് വേണ്ടി മുൻകരുതി വെച്ചിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ.
പ്രിയതേ മക്കളെ, സ്തോത്രം, കരുതുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നാം തളരാതെ, നാം ക്ഷീണിച്ചു പോകാതെ നാം മുന്നോട്ട് യാത്ര കടന്നു പോകാം. നാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അവിടെ നിനക്ക് വേണ്ടിയുള്ള കരുതലിന്റെ വഴികളെ ദൈവം നമുക്ക് വേണ്ടി തുറന്ന് തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നമ്മൾ ആകുലപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നാം മറ്റുള്ളവർ മുമ്പിൽ പോയി കൈ നീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയെ. നമ്മൾ ആരുടെയെങ്കിലും മേലെ നമ്മുടെ ചിന്താകുലങ്ങളെ കൊണ്ട് ഇട്ടുകൊടുക്കുവാനല്ല, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഉള്ളതൊക്കെയാ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ചിന്തയും ആകുലതകൾ ഇട്ടുകൊടുക്കണം. ഈ പൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ പലവിധ ചിന്താകുലങ്ങളും ആകുലതകളും നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം, നിങ്ങൾ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുക. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്, ആ കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുക. അതാണ് സ്തോത്രം ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞത്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കൽ ആ ഒരു ഉറപ്പിലേക്ക് കയറുക. ആരൊക്കെ നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിൽ, ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചു കളഞ്ഞാല്, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ഉടയവനുണ്ട്. നിനക്ക് വേണ്ടി സ്വന്തം ജീവനെ നോക്കാതോണ സ്വന്തം പ്രാണനെ മറുവിലയായി കൊടുത്ത കർത്താവേ, ഈ ലോകത്ത് നീ ജീവിക്കുമ്പോ നമുക്ക് വേണ്ടതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ പ്രിയ ദൈവമക്കളെ, നാം തളർന്നു പോകുകയില്ല, നാം ക്ഷീണിച്ചു പോകുകയില്ല, നാം അധീര്യപ്പെട്ടു പോകുകയില്ല. നമുക്കൊരപ്പനുണ്ട്, നമുക്ക് വേണ്ടി കരുതുന്ന ഒരപ്പനുണ്ട്. ആ ഒരു ധൈര്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നു, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്ക, അവനെ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആവശ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ട ഒരു സാഹചര്യങ്ങളെയും ആ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ കർത്താവിൽ ഒന്ന് ആശ്രയിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ അവൻ അതെന്ത് ചെയ്യുന്നു? അവിടെ കാണുവാൻ സാധിക്കുന്നു, അവനത് നിർവഹിച്ചു തരും. ഹല്ലേലൂയ. അതേ, നമുക്ക് വേണ്ടി സകലത് നിർവർത്തിച്ചു തരുന്ന, നമുക്ക് വേണ്ടി സകലത് നിർവഹിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചിന്തകളും ആകുലതൊക്കെ മാറട്ടെ. അതിന്റെ 5-6 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുക, ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് താണിരിപ്പി. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരത്തിലേക്ക് ഈ പൽക്കാലം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നാം ചിന്തിക്കാറുണ്ട്, സ്തോത്രം, നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടണം. നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു മേഖലയ്ക്കകത്തെല്ലാം വെളിപ്പെടണം. ഇല്ല പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ടൈമിനകത്താ വെളിപ്പെടുന്നു. അതുവരെയും ഞാനും നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ചില പ്രോസസ്സിൽ കൂടി കർത്താവ് നമ്മെ കടത്തിവിടും. നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട്, നാം പിറുപിറുക്കുമോ എന്നൊക്കെ അറിയേണ്ടതിനായിട്ട്, ഞാൻ കർത്താവിന്റെ വിശ്വാസത്തോടെ നിൽക്കുമോ എന്നറിയുക, പലതി കൂടി കർത്താവ് നമ്മെ കടത്തിവിടും. പക്ഷേ അവിടെ ഒക്കെ ഞാൻ നിങ്ങൾ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ തക്ക സമയത്ത് മുൻമരിയും പിന്മയും പേടിപ്പിച്ച്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടിയുള്ള കലവറകളെ ദൈവം തുറക്കുവാനായിട്ട് ഇടയായി തീരാ. അതേ, ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ മേൽ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരാ. ഞാനോ എളിയവൻ 40-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും യഹോവ എന്നെ വിചാരിക്കുന്നു. ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ പറയുന്നു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു, നീ തന്നെ എന്റെ സഹായം, എന്നെ വിടുവിക്കുന്നതിനുമാകുന്നു, എന്റെ ദൈവമേ താമസിക്കരുത്. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മെക്കുറിച്ച് വിചാരിക്കുന്നു. ഈ പൽക്കലം ആരും നമ്മെക്കുറിച്ച് വിചാരിച്ചില്ല എങ്കിലും വചനത്തിൽ പറയുന്നു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കത്തേ വേണ്ടത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അതേ, കർത്താവ് നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന. സ്തോത്രം. നമ്മുടെ നാളെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു കർത്താവ്, അടുത്ത നിമിഷം എന്താണെന്ന് നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. കർത്താവിന്റെ വിചാരങ്ങൾ എന്താണ്? ആകാശ ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉയർന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം സ്തോത്രം, നമ്മെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളെ നാം മാറ്റിക്കളയുക, നമ്മുടെ ആകുലതകൾ മാറ്റിക്കളയുക. നാം
ഉറപ്പോടും ധൈര്യത്തോടും ബലത്തോടും ആയിരിക്കുവാനായിട്ട് ഇടയായി തീരുക. സ്തോത്രം. കർത്താവിന്റെ കരുതല് അവിടെ നമുക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത്. അതുകൊണ്ട് ഈ പൽക്കാലം നമ്മുടെ നിരാശകളൊക്കെ മാറ്റിവെച്ചിട്ട് ആ കർത്താവിന്റെ കരങ്ങളിൽ പറയുക. സ്തോത്രം. വിഷയങ്ങൾ വലുത് കാണുമായിരിക്കാം. പ്രിയ മക്കളെ, ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കരുതലുകളുണ്ട്. നമ്മുടെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കരുതലുകളുണ്ട്. നമ്മുടെ മുന്നോട്ടുള്ള ഭാവിക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന കരുതലുകളുണ്ട്. ആ കരുതലുകൾ ദൈവമേ എന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ പ്രിയ ദൈവമക്കളെ, തക്ക സമയത്ത് തന്നെ ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും. ആകുലപ്പെടുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. യോഹന്നാനെഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അതിന്റെ 2-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ദൈവിക കരുതൽ നാം അനുഭവിക്കണമെങ്കിൽ ഒന്നാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതത്തിന്റെ മേഖലയിലേക്ക് കർത്താവിനെ ക്ഷണിക്കുവാനായിട്ട് ഇടയായിത്തരണം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ കല്യാണ ഭവനത്തിനകത്ത് ഒരിക്കലും വീഞ്ഞ് തീർന്നു പോകാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ല. സ്തോത്രം. എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ വീഞ്ഞ് തീരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ കുറവിനെ കർത്താവ് പരിഹരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ 9-ാം വാക്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോ മണവാളിനെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു വിഷയം മതി ആ കുടുംബത്തിന്റെ പേര് മാറുവാനായിട്ട്. എന്നാൽ കർത്താവ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ഭവനത്തിനകത്ത് കടന്നു വന്ന കുറവിനെ മൂന്നാമതൊരാൾ അറിയുവാൻ ഇടയാക്കാത്തവണ എന്റെ കർത്താവ് പരിഹരിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഇതാ കർത്താവിന്റെ കരുതൽ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പൽക്കലം വിശ്വസിക്കുക പ്രിയ ദൈവമക്കളെ. നാം മറ്റുള്ള മുമ്പിൽ നിന്നാപാത്രമായി തീരുവാൻ ഇടയാക്കാത്തവണ ഹല്ലേലൂയ ദൈവത്തിന്റെ കരുതലുകളെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീര. ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീര. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറവുകളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പോരായ്മകളെ തക്ക സമയത്ത് തന്നെ ദൈവം അതിനെ നിറവേറ്റും. മറ്റുള്ളവരുടെ മുമ്പേ നമുക്കറിയാം, മനുഷ്യരുടെ മുമ്പാക്കി നാം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തെ ഒരിക്കലും മനുഷ്യർക്ക് നികത്താൻ പറ്റുന്നതെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പാക്കി ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ അതല്ല കാണുവാൻ സാധിക്കുന്നത്. ആ വിഷയത്തിന്റെ സ്തോത്ര കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തെ വലിപ്പം വർദ്ധിപ്പിക്കുകയല്ല, ആ വിഷയത്തെ ചുരുക്കിക്കൊണ്ട് മറ്റൊരാൾ അറിയാത്തവണ്ണ ആ വിഷയത്തെ പരിഹരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം സ്തോത്ര ഹല്ലേലൂയ കർത്താവിനെ ക്ഷണിച്ച് നീ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിന്റെ വിഷയത്തെ ലോകത്തിന്റെ മുമ്പാകെ ഇട്ടുകൊടുക്കുക എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. നിന്റെ തലമുറയുടെ വിഷയമായിക്കൊള്ളട്ടെ, നിന്റെ ഭാവിയുടെ വിഷയമായിക്കൊള്ളട്ടെ, അതേ സ്തോത്രം ലോകത്തിന്റെ മുമ്പാകെ ഒരു ചർച്ചയായി തീരുക, ലോകത്തിന്റെ മുമ്പാകെ ഒരു പരസ്യമായി തീരുവാൻ അനുവദിക്കാതെ തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുക. ആഴമേറിയ ഒരു ചില ദൈവ പ്രവർത്തികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ പലവിധ വിഷയത്തിന്റെ നടുവിൽ നീ ഭാരത്തോടെ ആയിരിക്കുന്നത് എന്നതിന്റെ ഭവനത്തിനകത്ത് സ്തോത്ര കർത്താവുണ്ടോ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ആവശ്യങ്ങൾ മുടക്കം വരുത്താതോണ, നിന്റെ ആവശ്യങ്ങളെ ലോകത്തിന്റെ മുമ്പാകെ വലിച്ചിട്ട് കൊടുക്കാതോണ എന്റെ കർത്താവിന്റെ കരം ചലിക്കും. അവിടെ ഒരു നിന്ദയായി തീരേണ്ട ഇടത്ത്, ഒരു പരിഹാസമായി തീരേണ്ട ആ വിഷയത്തിനകത്ത് കർത്താവിന്റെ മഹത്വം ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം വിശ്വസിക്കുക, ശത്രു നിന്റെ ജീവിതത്തിനകത്ത് തിന്മയ്ക്കായി കൊണ്ടുവന്നതിനെ എന്റെ ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി തീർക്കും. ഹല്ലേലൂയ.
ചില കുറവുകൾ, ചില പോരായ്മകൾ കടന്നു വരുന്നത്. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. നീ കർത്താവിനെ ക്ഷണിച്ചു, നീ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്നു. എന്തുകൊണ്ട് ഈ പോരായ്മ വന്നു എന്ന് ലോകം പറയുന്നതിന് മുമ്പായിട്ട് നിന്റെ വിഷയത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് നിന്നെ ഒരു മഹത്വമാക്കി ദൈവം നിർത്തുക. നിന്റെ ഭവനത്തിനകത്ത് ഒരു മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അതേ സ്തോത്ര ഹല്ലേലൂയ. അതേ സർവ്വസൈന്യാധിപനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക. നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാ. അത് ദൈവത്തിന്റെ കരുതലായി ചലിക്കും. പ്രിയ ദൈവമക്കളെ സ്തോത്ര. അതാ തക്ക സമയമെന്ന് പറയുന്നത്. സ്തോത്ര. ദൈവത്തിന് കർത്താവിന് ഒരിക്കലും ടൈം തെറ്റിപ്പോക്കുകയല്ല. അതാ വ്യക്തമായിട്ട് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു കാര്യം അത്രേ ഹല്ലേലൂയ. അത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരായ വിരുന്നുവാഴി അറിഞ്ഞില്ല, ആരെയും അറിയിക്കുവാൻ ഇടയാക്കാത്തവണ ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത് തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതൽ ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഒരു ടൈമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈമല്ല. നിന്നെ മറ്റുള്ള മുമ്പിൽ നിന്നയാക്കി വെക്കാതെ, നിന്നെ മറ്റുള്ള മുമ്പിൽ പരസ്യമാക്കി കോലമാക്കി വെക്കാതെ വേണം. ശത്രു പലതും നിന്റെ മുമ്പാകെ കൊണ്ടുവരുമ്പോ അതിനെ സോൾവ് ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്ര. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഏകജാതനായ മകനെ നീ കൊണ്ടുപോയി യാഗം അർപ്പിക്കുവാനായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അബ്രഹാം അവിടെ ചെയ്ത ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ മകനെ കൂട്ടി അബ്രഹാം യാത്ര പുറപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അബ്രഹാമിന് പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. താൻ ആരുടെ ശബ്ദം കേട്ടാണ് യാത്ര ചെയ്തത്. അവിടെ ഒരു അനുസരണ അനുഭവത്തെ നമുക്ക് എന്ത് ചെയ്യുന്നു? അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അത് മുഖാന്തരമായിട്ട് നമുക്ക് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. കയറിപ്പോയപ്പോ സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം ഹല്ലേലൂയ. ഒത്തിരി ചോദ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്റെ മുമ്പിൽ കടന്നു വന്നു. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കയറ്റം പ്രയാസമുണ്ടതായിരുന്നുവെങ്കിൽ വാഗ്ദത്തം കേട്ട് കയറുന്നവന്റെ ഇറക്കം ഏറ്റവും ഈസിയായി തീരാം. അവന്റെ മുഖം ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിരാശപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അബ്രഹാമിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ബാല്യക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും മകനുമായി അവിടത്തോളം പോയി ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. ഹല്ലേലൂയ. ഈ പൽക്കാലം നമ്മുടെ വിശ്വാസത്തിന്റെ തലങ്ങൾ ഓപ്പണായി തീരട്ടെ. കർത്താവ് പറയുന്നതിനെ നാം വളച്ചൊടിക്കാതെ വേണം അതേ രീതി അനുസരിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് കയറുവാൻ കഴിഞ്ഞ പ്രിയ ദൈവ പൈതലേ, നീ എന്തു പറയുന്നുവോ അത് എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായി തീരും. അത് കഴിഞ്ഞപ്പോൾ കാണുവാൻ സാധിക്കുന്നു, മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ സ്തോത്രം ഹല്ലേലൂയ, വിറകും തീയെല്ലാം ഉണ്ട്, എന്നാൽ യാഗവസ്തു എവിടെ? ആട്ടിക്കുട്ടി എവിടെ? ഹല്ലേലൂയ. ഏതൊരപ്പനെ തളർത്തിക്കളയുന്ന ഒരു ചോദ്യത്തിന്റെ മുമ്പാകെയും ആരാണ് തന്നെ വിളിച്ചിറക്കിയതെന്നും ആരുടെ ശബ്ദം കേട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നതെന്നും അറിയാവുന്ന അബ്രഹാം പതറിപ്പോയില്ല. അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യഹോവ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ഇനി ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നമുക്ക് എത്ര പേർക്ക് ആ ഒരു ദൃഢനിശ്ചയം ഉണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് നമ്മുടെ തലമുറകൾ പല വിഷയത്തിന്റെ നടുവിൽ കടന്നു വരുമ്പോ നമുക്ക് അവരോട് പറയുവാൻ കഴിയാം, മകനെ നീ ഭാരപ്പെടണ്ട, മകളെ നീ ഭാരപ്പെടണ്ട, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്, അപ്പൻ കരുതിക്കോളും നമുക്ക് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുമോ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ അപ്പനെ കുറിച്ച് അവരോട് പറയുവാൻ നമുക്ക് കഴിഞ്ഞ നമ്മുടെ തലമുറകൾ ആ ഒരു ലെവലിലേക്ക് കയറുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, അബ്രഹാമിന്റെ ആ വാക്കുകളുടെ മുമ്പിൽ സ്തോത്രം, അതേ സ്തോത്രം, യാത്ര ചെയ്ത് ദൈവം പറഞ്ഞ ഇടത്ത് അബ്രഹാം എത്തുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവിടെ ദൈവത്തിന്റെ കരുതലുകൾ തന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ ദൈവം പറഞ്ഞ ശബ്ദത്തിന്റെ മുമ്പ് നീ ചലിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ ഫിനിഷിംഗ് പോയിന്റ് ചെന്ന് എത്തി നിൽക്കുന്നത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്ന ഇടത്തായിരിക്കും. ഹല്ലേലൂയ. ഒരു വഴി ഒരു ദിവസം പോയിട്ട് യാത്ര മതിയാക്കി നിൽക്കുന്നവരോടല്ല പറയുന്നത്, കർത്താവ് എവിടെ നിന്നോട് പോയി നിൽക്കാൻ പറഞ്ഞോ അവിടെ നീ സ്റ്റെപ്പ് വച്ച് ചെന്ന് നിൽക്കുമ്പോ പ്രിയ ദൈവമക്കളെ, അവിടെ ദൈവത്തിന്റെ കരുതൽ നിനക്ക് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാം ദൈവത്തെ പറയുവാനായിട്ട് എടുത്തുന്നു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈ
ഈരെ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കർത്താവിന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. നീ കർത്താവിന്റെ ശബ്ദം കേട്ട് യാത്ര ചിരിച്ച പ്രിയ ദൈവ പൈതലേ, നീ ഭാരപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നീ മറ്റുള്ള മുമ്പിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നീ മറ്റുള്ള ഒരു നിന്നാപാത്രമായി വരുക. ചിലതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞും വിലപിച്ചും ദുഃഖിച്ചും കടന്നു വരുക ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ആ കരുതൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കരുതല് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് പറഞ്ഞ് ആ കർത്താവച്ചിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. ഒരു കരുതലിന് വേണ്ടി നാം പലരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരിക്കാം, പലരുടെ കരത്തിലേക്ക് നോക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ കരങ്ങളൊക്കെയും അസ്തമിച്ചു പോകുമ്പോൾ ഒരിക്കലും അസ്തമിക്കാത്തൊരു കരമുണ്ട്, ഒരിക്കലും തീർന്നു പോകാത്തൊരു കരമുണ്ട്. അപ്പനിലേക്കൊന്ന് നോക്കാമോ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പ്രിയതേ മക്കളെ, ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയിട്ടില്ല. ആ കർത്താവിനെ ക്ഷണിച്ചവർ ലജ്ജിച്ചു പോയിട്ടില്ല. ആ കർത്താവിന് വേണ്ടി ഭവനത്തെ തുറന്നു കൊടുത്തവർ ലജ്ജിച്ചു പോയിട്ടില്ല. ആ കർത്താവിന്റെ വാക്കനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്തവ ലജ്ജിച്ചു പോയിട്ടില്ല. നിന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല കൂടെയുള്ളത്. സ്തോത്രം. നിന്റെ മേൽ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമത്രേ, നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമത്രേ. നീ കർത്താവിന്റെ വാക്ക് കേട്ട് നീ സ്റ്റെപ്പ് വച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം, തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ആ യാഗവസ്തുവിനും ആ കത്തിക്കും ഇടയിൽ അബ്രഹാമേ എന്നൊരു വിളി. ഹല്ലേലൂയ. ഓ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പൽക്കാലം ആർക്കൊക്കെയോ വേണ്ടി ചിലതൊക്കെ തീർന്നു എന്ന് പറയുന്ന ഇടത്ത് അതിന് തൊട്ടുമുമ്പായിട്ട് ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ, അതേ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, ദേവദാരുക്കളെ തകർക്കുന്നതായ ദൈവത്തിന്റെ ശബ്ദം ചില കാതുകളിമേ ദൈവത്തമ്പരെ കേൾപ്പിക്കുവാനായിട്ടിടയായിത്തീര. ചിലരുടെ മേൽ അസാധാരണമായ ചില ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരുതലുകൾ, ഹല്ലേലൂയ, കരുതൽ നോക്കി നടന്ന് വ്യക്തിയായിരിക്കാം. എന്നാൽ കരുതൽ കാണാതിരിക്കുമ്പോ ഈ രാത്രിക്ക് പൽക്കാലം ഞാൻ പറയട്ടെ, യഹോവ ഈരെ, ഹല്ലേലൂയ, അതേ യഹോവ ഈരയായിട്ട് തന്നെ കരുതുന്ന ദൈവമായിട്ട് തന്നെ നിനക്ക് വേണ്ടി വെളിപ്പെടാം. നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടാം. നിന്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടാം. നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഈ പൽക്കാലം ഉറപ്പോടെ ആയിരിക്കാം, ധൈര്യത്തോടെ ആയിരിക്കാം. നമ്മുടെ ചിന്താകുലകൾ മാറട്ടെ. സ്തോത്ര ഹല്ലേലൂയ. നീ സ്തോത്ര ഹല്ലേലൂയ നിരാശപ്പെട്ട് ആകുലപ്പെട്ട് തലകുനിച്ചിരിക്കുവാനല്ല. സ്തോത്ര ഹല്ലേലൂയ. നമ്മെ കുറിച്ച് വിചാരിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഇന്നലകളെ അറിയുന്ന കർത്താവ്, നമ്മുടെ നാളെകളെ അറിയുന്ന കർത്താവ്, നാം ഇന്ന് ഏതൊക്കെ അവസ്ഥയിൽ കൂടി കടന്നു പോകുമെന്ന് അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവനെത്രയും നമ്മെ കരം പിടിച്ചിരിക്കുന്ന. സ്തോത്ര ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ആ കരത്തിലൊന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാമോ? അപ്പ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ആ കർത്താവിന്റെ കരത്തിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, തക്ക സമയത്ത് സ്തോത്ര ആ ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. നമ്മുടെ ഒന്നിനെ കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട. സ്തോത്ര, നമ്മൾ വിചാരപ്പെടിച്ച് BP കൂട്ടി ടെൻഷൻ അടിച്ച് പലതിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ സകല വിഷയങ്ങളെയും ആ കർത്താവിന്റെ മേലൊന്ന് വച്ചു കൊടുക്കുക. സ്തോത്രം. അപ്പൊ എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കർത്താവ് ഇതിനകത്ത് ചിലത് ചെയ്യണം. ഹല്ലേലൂയ. കുറവുകളെ പരിഹരിക്കുന്ന ദൈവം, പോരായ്മകളെ നികത്തുന്ന ഒരു ദൈവം, ലോകത്തിന്റെ മുമ്പാകെ ഒരു പരസ്യമാക്കി നിർത്താതവണ ശത്രു തിന്മയ്ക്കായി കൊണ്ടുവരുന്നതിനെ നന്മയ്ക്കാക്കി തീർത്തുകൊണ്ട് ദൈവിക കരുതലുകളും ദൈവിക മഹത്വങ്ങളും നിന്റെ മേൽ വെളിപ്പെടുത്തി തന്ന് മാനിപ്പാൻ ദൈവം ശക്തനത്രേ. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം വിശ്വസിക്കുക, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നിരാശകൾ പെടണ്ട. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതാനായിട്ട് ആരുമില്ല എന്നോർത്ത് നിരാശപ്പെടണ്ട. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മനുഷ്യർ കരുതി കഴിഞ്ഞാൽ അത് അളവ് നോക്കിയായിരിക്കും കരുതുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയായിരിക്കും കരുതുന്നത്. അതിനൊക്കെ ഒത്തിരി പരിമിതികളൊക്കെ കാണുമായിരിക്കും. പക്ഷേ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം നമ്മുടെ പരിമിതികളെ നോക്കി കരുതുന്ന ദൈവമല്ല. ഉപയോഗിക്കും തോറും നമ്മുടെ ചെലവാക്കും തോറും ഹല്ലേലൂയ ഒരു ശേഷിപ്പുകളെ തരുന്ന ഒരു ദൈവമുണ്ട്.
ഒരു തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞങ്ങൾ തിന്ന് തൃപ്തിയായ ശേഷം യഹോവ ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ഇത് ശേഷിച്ചതൊരു കൂമ്പാരം എന്ന് പറയുന്ന ഒരു അനുഭവം. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, നിന്റെ കരത്തിൽ ഇന്നിരിക്കുന്ന ഒരു അല്പമായിരിക്കും അതിനെ വർദ്ധിപ്പിച്ച് തരുവാൻ കഴിയുന്ന, അതിനകത്തുനിന്ന് ശേഷിപ്പ് ഒരു കരുതലായി വെളിപ്പെടുത്തി തന്ന് നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടത് ഒരുക്കി തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. കരത്തിലുള്ളതൊന്ന് വച്ചുകൊണ്ട് പറയുന്നുണ്ടായിരിക്കാം, ഇതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യും കർത്താവേ എന്നുള്ള ചോദ്യങ്ങൾ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഉയർന്നു വരുമ്പോ ഈ പകൽക്കാലം പറയട്ടെ, നീ കാണാത്ത ചില കരുതലുകൾ, ചില ശേഷിപ്പുകൾ വെളിപ്പെടത്തക്ക രീതി എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് ലൈവ് വാച്ച് ചെയ്യുന്നവരുടെ മേൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. നിങ്ങളുടെ മേൽ അസാധാരണമായ ചില കരുതലുകൾ, ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ചില കരുതലുകൾ, ഇതുവരെ നിങ്ങൾക്ക് തുറക്കാത്ത ചില കരുതലുകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കിയ സ്തോത്രം ഹല്ലേലൂയ. അത് ചില കരുതന്റെ ചില വാതിലുകൾ, ചില കരുതന്റെ ചില ഉറവകൾ, ചില കരുതന്റെ സ്തോത്രം ഹല്ലേലൂയ വാക്കുകൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ദൈവം തമ്പുരാൻ ഈ പകൽക്കാലം പകരുകയാ സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേ. നമുക്ക് വേണ്ടി ഈ പകൽക്കാലം ദൈവിക കരുതൽ വെളിപ്പെടും. നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ് ഉള്ളത് കൊണ്ട് നാം തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ നാം ഉറപ്പോടെ മുന്നോട്ട് പോകാം. പ്രിയ ദൈവമക്കളെ, നീ കർത്താവിനെ ക്ഷണിച്ചതും നീ കർത്താവിന്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോകുന്നത് വൃതമായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഉറപ്പോടെ ആയിരിക്കും സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മുടെ ആകുലതകളെല്ലാം യേശുവിന്റെ നാമത്തിൽ നിന്ന് പുറത്തു പോകട്ടെ സ്തോത്രം. ഹല്ലേലൂയ. പലരും ചോദിക്കുന്നില്ലേ, ഇത്രയൊക്കെ നീ ചെയ്തിട്ട് എന്ത് കിട്ടി? ഹല്ലേലൂയ. നീ കർത്താവിന്റെ പിന്നാലെ പോയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നില്ലേ? പ്രിയതേ മക്കളെ, നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ ഭവനം അപ്പൻ കരുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളത് ഒന്നും ഓർത്ത് നാം ഭാരപ്പെടേണ്ട. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോ നീ കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ? തക്ക സമയത്ത് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ കരുതൽ നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വിഷയത്തെ ചുമന്ന് ലോകത്തിന്റെ മുമ്പാകെ ഇടുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു ഇപ്പോൾ നിന്റെ ജീവിതത്തെ തീർക്കാം, ഇപ്പോൾ നിന്റെ ജീവിതത്തെ ഒരു പരസ്യകോലമാക്കി തീർക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാനും പദ്ധതിയും ഇടാൻ മാത്രമേ കഴിയത്തുള്ളൂ. ആ പ്ലാനും പദ്ധതി എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീ വാതിൽ തുറന്നു കൊടുത്ത നിന്റെ കർത്താവ്. ഹല്ലേലൂയ. ഓ ജീസസ്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ പ്ലാനുകൾ ഉണ്ടാക്കിക്കോട്ടെ, പദ്ധതികൾ ഉണ്ടാക്കിക്കൊള്ളട്ടെ. നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ആ കാൽവരി ചൊരിഞ്ഞ ആ കർത്താവ് നിന്റെ ലൈഫ് എങ്ങനെയായി തീരണമെന്ന് തീരുമാനിക്കുന്നത്. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് സ്തോത്ര ഒരു മഹത്വം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉടയവൻ ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം സ്തോത്രം, ജീവിതത്തിന്റെ ആകുലതകളെല്ലാം മറന്നിട്ട് പറയുക, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ഈ പൽക്കാലം വിശ്വസിക്കുന്നവരുടെ മേൽ അസാധാരണമായ രീതി ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടും. സമുദ്രത്തിന്റെ ആഴത്തട്ടിക്കിടന്ന മത്സ്യത്തിന്റെ വായിൽ ചതുദ്രമർപ്പണത്തെ കൊടുത്ത് കർത്താവ് ഒരുക്കി വച്ചിരുന്നുവെങ്കിൽ, പ്രിയതേ മക്കളെ, നിന്റെ കണ്ണു കൊണ്ട് കാണാത്ത, നീ കാണാത്ത രീതിയിലുള്ള, ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള ചില കരുതലിന്റെ ഉറവകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നീ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പ് ഒരു ഇടർച്ചയായി തീരുവാ, നീ മറ്റുള്ള മുമ്പ് ഒരു പരസ്യകോലമായി ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതേ, നിന്നെ കരം പിടിച്ച് നടത്തുന്ന ദൈവ, ആലോചന പറഞ്ഞു തന്ന് നടത്തുന്ന ഒരു ദൈവ, നിന്നെ കുറിച്ച് വിചാരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവിക കരുതലുകൾ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടും. നാം മറ്റുള്ള മുമ്പിൽ കൈനീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. നാം മറ്റുള്ള മുമ്പിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. തക്ക സമയത്ത് ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നു, ഇവിടെ കൊണ്ട് എന്റെ ലൈഫ് തീർന്നല്ലോ എന്ന് പറയുന്ന ഇടത്ത്, ഓ അബ്രഹാം എന്ന് വിളിച്ചതുപോലെ നീ ദൈവിക ശബ്ദം കേട്ട് ചില കരുതലുകളെ കാണുവാൻ ദൈവം നിന്റെ കണ്ണുകളെ തുറക്കും. അങ്ങനെയൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? അപ്പൊ അങ്ങയുടെ ഹിതപ്രകാരം എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കരുതലുകളെ ദൈവം ഈ പകൽക്കാലം തുറന്നു തരണമേ.
കർത്താവേ, അത് കാണുവാൻ, അത് അനുഭവിപ്പാൻ എന്നെ പ്രാപ്തരാക്കണമേ എന്ന് കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ ആ ദൈവിക കരുതലുകൾ ഈ പൽക്കാലം മുതൽ സ്റ്റാർട്ടാകും. നിങ്ങൾ അത് അനുഭവിക്കും. സ്തോത്രം. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നതോട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ പകൽക്കാലം ദൈവിക കരുതലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കരുതലുകൾ, അവരുടെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കരുതലുകൾ, അവരുടെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കരുതലുകൾ, കർത്താവെ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന കരുതലുകൾ, അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കരുതലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ജനത്തിന്റെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകൾ മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ. ചില രോഗശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ. ചിന്താകുലങ്ങൾ മാറട്ടെ. ചിന്താകുലങ്ങൾ മാറട്ടെ. കർത്താവേ, പലവിധ വിചാരങ്ങളുടെ ബാഹുല്യം കൊണ്ടിട്ട് ജീവിതത്തെ ഒന്നുമില്ലാത്തതുപോലെ ഈ ദിവസത്തെ ശൂന്യമാക്കി തീർക്കുമെന്ന് ശത്രു വാദിക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ. അവർ എഴുന്നേൽക്കട്ടെ. ദൈവിക കരുതലുകൾ അവർ അനുഭവിക്കട്ടെ. നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. സകല മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിനായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.